ഇന്നു ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇടിച്ചക്ക മസാലക്കറിയാണ്. ചെറിയ ചക്ക, അധികം വലുതാവാത്ത ചക്കയാണ് ഇടിച്ചക്ക. ഇതിനായി ഒരു 10-20 കുഞ്ഞുള്ളിയും ഒരു വലിയ ഉള്ളിയും 5-6 പച്ചമുളക്, വെളുത്തുള്ളി, മല്ലിയില എന്നിവ ഒരു ബ്ലെൻഡറിൽ അഥവാ മിക്സിയിലെ ജാറിൽ ഇട്ട് ഒന്ന് ക്രഷ് ചെയ്യുക. ഇതിൽ ഉള്ളിയും വെളുത്തുള്ളിയെല്ലാം കൂടുതലെടുത്താൽ അത്രയും ടേസ്റ്റാണ്. ഒന്ന് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലി പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞളും 1/2 ടീസ്പൂൺ മുളകും 2 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്യുക. ഇതിലേക്ക് ബാക്കിയുള്ള മല്ലിയിലയും ചേർത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. ചക്ക ഇതുപോലെയാണ് മുറിച്ചത്. ഇത് കുറച്ച് വെള്ളം കുടഞ്ഞ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു വിസിലിൽ വേവിക്കുക. ഒരു വിസിലിൽ വേവിച്ച ചക്ക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നുകൂടി നന്നായി ഫ്രൈ ചെയ്യുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞളും 1 ടീസ്പൂൺ മുളകും ഇട്ട് നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഇത് കുറച്ച് സമയം ഫ്രൈ ചെയ്തെടുക്കണം. ഇതിലേക്ക് ഉപ്പും മുളകും ഒക്കെ ചേരുന്ന പോലെ ഫ്രൈ ചെയ്തതിന് ശേഷം അത് മാറ്റി വയ്ക്കുക. ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ജീരകം ഇടുക. ജീരകം ഇട്ട് പൊട്ടുമ്പോൾ ക്രഷ് ചെയ്ത ഉള്ളിയും മസാലയും ഇട്ട് നന്നായി വഴറ്റുക. മസാലക്കൂട്ടിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും ഇട്ട് ചെറിയ തീയിൽ നന്നായി വഴറ്റിയെടുക്കുക. വെളിച്ചെണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം. എണ്ണയിൽ ഫ്രൈ ചെയ്ത ചക്കയും ഇട്ട് ഒന്നുകൂടി ചെറിയ തീയിൽ മസാല എല്ലാ സ്ഥലത്തും ആവുന്നത് വരെ യോജിപ്പിക്കുക. മസാല ചക്കയിൽ എല്ലാ സ്ഥലത്തും ആയതിനു ശേഷം 1-2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിക്കുക. വെള്ളം അധികമാവരുത്. ചക്കയ്ക്ക് മസാല പിടിക്കാൻ പാകത്തിന് മാത്രമേ വേണ്ടതുള്ളൂ. ഒഴിച്ച് ചെറിയ തീയിൽ നന്നായി വേവിച്ചെടുക്കുക. വെള്ളം വറ്റി മസാലയൊക്കെ ചക്കയിൽ പിടിച്ചതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ വേണമെങ്കിൽ ഉപ്പോ കുരുമുളകോ എന്തെങ്കിലും വേണമെങ്കിൽ ചേർക്കാം. നല്ല ടേസ്റ്റാണ്. ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശ, ഗോതമ്പ് ദോശ എന്നിവയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്.